കോഴിയിറച്ചി മാലിന്യം റോഡിലേക്കൊഴുക്കി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച വാഹനം നാട്ടുകാർ പിടികൂടി. ദേശീയപാതയിലൂടെ കോഴിയിറച്ചി അവശിഷ്ടവുമായി പോയ വാഹനത്തിന്റെ പുറകിലെ ഡോർ തുറന്നുപോയതിനെ തുടർന്ന് റോഡിലേക്ക് മാലിന്യമൊഴുക്കി വാഹനം സഞ്ചരിച്ചത് കിലോമീറ്ററുകളോളം. ഇന്ന് രാവിലെയാണ് സംഭവം. ആലുവ പമ്പ് കവല മുതലാണ് വാഹനത്തിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തേക്ക് വീഴുന്നത് യാത്രക്കാർ കാണുന്നത്. പിന്നാലെ വന്ന യാത്രികരും നാട്ടുകാരും ഒച്ചവെച്ചെങ്കിലും വാഹനം നിർത്താൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ദേശീയപാതയിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് കമ്പനിപ്പടിയിൽ നിന്നും ഇടറോഡ് വഴി കടന്നപ്പോൾ നാട്ടുകാർ തടയുകയായിരുന്നു. എടയാറിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു കോഴിയിറച്ചി മാലിന്യങ്ങൾ. ഇന്നിപ്പോ രാവിലെ ഇറങ്ങിയ ഈ വാഹനം ആലുവ പമ്പ് കവല മുതൽ വരുന്നതാണ്. ഇതിനകത്ത് കോഴി വേസ്റ്റും മീൻ വേസ്റ്റുമാണ് ഉള്ളത്. ഈ ലോറി ഒരു സുരക്ഷിതമല്ലാത്ത നിലയിൽ, ഇത് വളരെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത നിലയിലാണ് ഇതിനകത്ത് വേസ്റ്റ് കയറ്റി ഇത് ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ, ഇത് പ്രോസസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. പക്ഷെ പമ്പ് കവല മുതൽ KSRTC സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, KSRTC സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കാരത്തൂരി ജംഗ്ഷൻ, പുളിഞ്ചോട്, കമ്പനിപ്പടി മുതൽ അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് ഈ സ്റ്റാൻഡേർഡ് റോഡ് മുഴുവനും റോഡിലെല്ലാം വേസ്റ്റ് ആണ്. ആളുകൾ മൂക്കുപൊത്തിയാണ് നടക്കുന്നത്. മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്നുള്ള അവസ്ഥ പോലും വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. ഇത് കർശന നടപടി എടുക്കണം. ഈ ഡ്രൈവർ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ആളവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആളുകളെല്ലാം മൂക്കുപൊത്തിയിട്ടാണ് റോഡിലൂടെ നടക്കുന്നത്. വളരെ ജനക്കൂട്ടമുള്ള KSRTC സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനിലും വളരെ മോശമായ അവസ്ഥയിലുള്ള ദുർഗന്ധം പകർത്തിയിരിക്കുക. ഇത് ശക്തമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടായേ പറ്റുകയുള്ളൂ. ഇവിടെ മുനിസിപ്പാലിറ്റിയുണ്ട്, ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും ഞങ്ങളുണ്ട്. കർശന നടപടി ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. പുറകിൽ കൂടെ ഈ വേസ്റ്റ് വന്നിട്ട് ഇത് ബഹളം ഉണ്ടാക്കി, പുറകിൽ കൂടെ ആളുകൾ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടും അത് തിരിഞ്ഞു നോക്കാതെ ഇത് എടയാർ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ആള് ഒരു ഉത്തരവാദിത്വമില്ലാതെ അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ ഇത്രയും ദുർഗന്ധമൊന്നും ഈ നാട്ടിൽ ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് മനഃപൂർവ്വം തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കാരത്തോടി ജംഗ്ഷൻ നേരെ പോകുന്നപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് പോർട്ടീസ് റോഡിലാണ്. റോഡ് മുഴുവനും വേസ്റ്റ് താഴെയിട്ട് നാറിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്. ഇത് പുറകെ വന്ന വാഹനം ഈ വാഹനത്തിനോട് പറഞ്ഞിട്ട് ഒരു മൈൻഡ് ചെയ്യാതെ അവരിത് ഇത്രയും വരെ എത്തിച്ച് ഈ പ്രദേശം മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മൊത്തം നാശം മോഹമാക്കിയിട്ടിരിക്കുകയാണ്. ഈ വണ്ടിയിൽ വേസ്റ്റ് കൊണ്ടുപോകുന്നത് അവർ പ്രോസസ് ചെയ്യാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടയാറുള്ളവർ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഇത് കൊണ്ടുപോകുമ്പോൾ അത് ഫ്രീസ് ചെയ്യാൻ വണ്ടിയും വേസ്റ്റ് പുറത്തു പോകാത്ത സൗകര്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്ന വണ്ടിയിലേക്ക് ഉണ്ടാകാൻ പാടില്ലാണ് നിയമമുള്ളത്. അതിനാണ് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു നിരുത്സാഹപരമായി യാതൊരു ബാധ്യതയില്ലാതെ ഉത്തരവാദിത്ത രീതിയിൽ തോന്നിയാസം കാണിച്ചിട്ടുള്ള നടപടിയെ ഞാൻ ശക്തമായി എതിർക്കുക. ഇതിനെ ബന്ധപ്പെട്ട് ഞങ്ങൾ നടപടിയെടുക്കും. മുനിസിപ്പാലിറ്റി നിയമപരമായ എല്ലാ നടപടികൾക്കും പോലീസും ആ രീതിയിൽ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വണ്ടിയെ ബന്ധപ്പെട്ട കമ്പനി ആരാന്ന് വെച്ചാൽ അവന്റെ പേര് നടപടിക്കും റോഡ് ക്ലീൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇവർക്കാണ്. അവർ മാക്സിമം നിയമപരമായ ഫൈനും ഈടാക്കും. ജനങ്ങളോടുള്ള ദ്രോഹമാണ്. ജനങ്ങളോട് കാണിക്കുന്ന ഒരു അടുത്ത ദ്രോഹമാണ്. നാറിയിട്ട് ഒരു ജനങ്ങളാണ് രാവിലെ ജോലിക്ക് പോകാൻ വരുന്ന ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് മൊത്തം മുതൽ ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് പോർട്ടീസ് റോഡ് വരെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഭാഗം മുഴുവനും നാട്ടുകേസാക്കിയിരിക്കുകയാണ്. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. ഈ വണ്ടീനെ നമ്മൾ ഇന്ന് സ്ഥിതി വണ്ടി മുനിസിപ്പാലിറ്റി പോലീസിനെ അഭിനയിപ്പിക്കും, നടപടി സ്വീകരിക്കും. വേണ്ടപ്പെട്ട നിയമപരമായ എല്ലാ നടപടികൾക്കും ഫൈൻ 50,000 മേളിലേക്ക് അതിന് ഫൈൻ അതും നമ്മൾ ചുമത്തും. ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഉണ്ടാവില്ല, പഞ്ചായത്ത് ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുണ്ട്, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ജയശ്രീ ഉൾപ്പെടെ ഉണ്ട്. ഇവിടെ വാർഡ് മെമ്പറാണ് ഞാൻ. എന്റെ വാർഡിന്റെ പരിധിയിലാണ് ഇപ്പൊ ഇവിടെ ചിക്കൻ വേസ്റ്റുമായിട്ട് പോയ വണ്ടി യൂണിയൻ ആളുകളും ഇടപെട്ട് എല്ലാവരും കൂടെ പിടിച്ചു. പക്ഷെ ഡ്രൈവർ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന വ്യാജേന റോഡിൽ കൂടെ വേസ്റ്റ് എടുത്തുകൊണ്ട് ആള് ഓടിക്കളഞ്ഞു. പോലീസുകാരെ വിളിച്ചു, പോലീസുകാരെ പറഞ്ഞപ്പോഴേക്കും അത് അവൻ കടന്നു കളഞ്ഞു. ഇതിന് എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോകേണ്ട രീതിയിലല്ല ഈ വാഹനം കൊണ്ടുപോയിരിക്കുന്നത്. അത് നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം. ഇതിന്റെ ഓണർ ആരാണെന്ന് വെച്ചാൽ കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് ഈ റോഡ് മൊത്തം ക്ലീൻ ചെയ്യാനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് എനിക്ക്. വണ്ടിയുടെ ഓണറെ വിളിച്ചിട്ട് അതിന്റെ ഫൈൻ അടിപ്പിക്കുകയും വണ്ടി അകത്തിടുകയും അതിന്റെ തീരുമാനത്തിന് ശേഷം വഴി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അല്ല, ഇപ്പൊ ഇതിനെന്തെങ്കിലും നടപടി ഉണ്ടോ? നിങ്ങളുടെ പുതിയ മറ്റേ ഈ അടിച്ചു വാരുന്നൊരു സംഘം ഉണ്ടല്ലോ ഇവിടെ പുതിയതായിട്ട്
ക്ലീനിങ്ങിന്റെ പരമായിട്ട് ഇതിൽ ചെയ്യുന്നുണ്ടെന്ന് ഇതെന്തെങ്കിലും മാറ്റിയില്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അവശിഷ്ടങ്ങൾ റോഡിൽ പരന്നു കിടക്കുന്നത് മൂലം മറ്റു വാഹനങ്ങൾ കയറുകയും ദുർഗന്ധം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടച്ചുറപ്പുള്ള രീതിയിൽ സുരക്ഷിതമായി കൊണ്ടുപോകേണ്ട ഇത്തരം മാലിന്യങ്ങൾ അലംഭാവത്തോടെയും അശാസ്ത്രീയവുമായി കൊണ്ടുപോയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്ഥലത്ത് ആലുവ മുനിസിപ്പാലിറ്റിയിലെയും ചൂർണിക്കര പഞ്ചായത്തിലെയും മെമ്പർമാരും ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. ശക്തമായ നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആലുവ.